നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഇന്നത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയാം. ഇന്ന് പവന് 240 രൂപ കുറഞ്ഞ് 37,40 രൂപ ആയി മാറി. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എല്ലാവരോടും പറയാനുള്ളത്, വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കാണണം, എന്നിട്ട് ഒരു കൺക്ലൂഷനിൽ എത്താൻ പാടുള്ളൂ. ഇന്ന് രാവിലെ സ്വർണ്ണവിലക്ക് വൻ തകർച്ചയാണ് നേരിട്ടത്. അത് ഇന്ന് കേരള മാർക്കറ്റിൽ പ്രതിഫലിക്കുകയും ചെയ്തു. അതിനുശേഷവും സ്വർണ്ണവില തീരെ ഉയർന്നിട്ടില്ല. അതിന് പ്രധാനമായും കാരണം പറയുന്നത്, ഒന്ന് വാക്സിനിലുള്ള ഒരു ഒപ്റ്റിമിസം തന്നെയാണ്. വാക്സിൻ ആണ് വിലയെ മുകളിലോട്ട് ഉയർത്താതെ സ്റ്റേബിളായി നിർത്തുന്ന ഒരു ഫാക്ടർ. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ഓഫ് സ്റ്റിമുലസ് പാക്കേജ്. അതായത് അമേരിക്കയിലെ ഉത്തേജന, ഈ സ്റ്റിമുലസ് പാക്കേജിൻ്റെ അതിൻ്റെ ഒരു വൈകൽ മാർക്കറ്റിനെ പോഷിപ്പിക്കാൻ വേണ്ടി, ഗോൾഡിന് നല്ല നേട്ടം, ഹെൽത്തി ഗെയിൻ നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെ ആയിരുന്നു സ്റ്റിമുലസ് പാക്കേജ്. പക്ഷെ അത് ഇപ്പോഴും വരുന്നില്ല. അതിൻ്റെ ഡിലേയും ആണ് സ്വർണ്ണവില കൂടാതെ നിൽക്കുന്നത്. അത് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില കൂടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളത് ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. വില കുറയുന്നുണ്ടെങ്കിലും ആരും കയ്യിലുള്ള സ്വർണമൊന്നും വിൽക്കണ്ട. നാളത്തെ സ്വർണ്ണവിലയെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ടേ ഒരു തീരുമാനത്തിൽ എത്താൻ പാടുള്ളൂ. സാധാരണ ദിവസങ്ങളിൽ ഈ സമയമാകുമ്പോഴേക്കും ഇന്ത്യൻ റിയൽ ഒരു തീരുമാനം പറയാറുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് ഫാക്ടറുകൾ തമ്മിൽ, പ്രത്യേകിച്ച് വാക്സിൻ കാരണം, വാക്സിനിലുള്ള പ്രതീക്ഷയും പ്രതീക്ഷയില്ലായ്മയും, അത് രണ്ടും തമ്മിലുള്ള ഒരു അനുപാതം, അത് തന്നെയാണ് ഇന്ത്യൻ റിയലിനെയും ബുദ്ധിമുട്ടിക്കുന്നത്. സാധാരണ സ്വർണ്ണവില പറയുന്നതിൽ നിന്നും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം. എന്നാലും ഇന്ന് സ്വർണ്ണവില ഉയർന്ന് പൊങ്ങിയിട്ടേ ഇല്ല. ഇനി ഉയർന്ന് പൊങ്ങുകയാണെങ്കിൽ നിങ്ങളെ അറിയിക്കുന്നതാണ് പുതിയ വീഡിയോയുമായിട്ട്. ഇനി ഇവിടെ നിന്ന് കൂടുതൽ തകരുകയാണെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതാണ്. ഇതുപോലെ തുടർന്ന് നാളെ എത്തിക്കഴിഞ്ഞാൽ സ്വർണ്ണവിലയിലും ഇന്നത്തെ പോലെ കുറയൽ തന്നെയാണ് ഉണ്ടാവുക. ഇതിൽ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ സമയത്തിന് ശേഷവും വൻ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം മിനിയാന്ന് അത് ഉയർച്ചയിലോട്ടായിരുന്നു, ഇന്നലെ താഴ്ചയിലോട്ടായിരുന്നു എന്ന് മാത്രം. അപ്പോൾ ഒരു പൂർണ്ണമായും കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ലെങ്കിലും ഇന്ന് പൊതുവെ സ്വർണ്ണവില ഒരു തകർന്ന അവസ്ഥയിലായിരുന്നു. അതായത് വില ഇന്നലത്തേതിനേക്കാളും കുറഞ്ഞ തോതിലായിരുന്നു ഇതുവരെ പോയിട്ടുള്ളത്. ഒരിക്കൽ പോലും വില ഉയർന്നിട്ടില്ല. അമേരിക്കൻ മാർക്കറ്റുകളിൽ എന്ന് മാത്രമല്ല, ഇന്ത്യൻ റുപ്പീസിൻ്റെ ടൈമിലും ഇന്ത്യൻ മാർക്കറ്റുകളിലും വില കുറഞ്ഞേ നിന്നിട്ടേ ഉള്ളൂ, വില കൂടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ സ്റ്റേജ് തുടർന്ന് കഴിഞ്ഞാൽ നാളെ കേരളത്തിൽ വില കുറയും. ഈ സ്റ്റേജ് നിർണ്ണയിക്കുന്നത് ഇന്ത്യൻ റിയൽ അല്ല. അതിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. സ്വർണ്ണവിലയിൽ മാറ്റം വരുന്നത് ഇന്ത്യൻ റിയൽ ഉദ്ദേശിച്ചിട്ടല്ല. അതുകൊണ്ട് അതിൽ മാറ്റം വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പുതിയ വാർത്തയായിട്ട് അത് നിങ്ങളിൽ എത്തിക്കും. മനസ്സിലായില്ലേ? അതിന് ഇന്ത്യൻ റിയലിനെ കുറിച്ചിട്ട് കാര്യമില്ല. അത്രക്കും ചാഞ്ചാട്ടം നടക്കുന്ന ഒരു സമയമാണ് ഇത്. കോവിഡിന് മുമ്പാണ് ഇതുപോലുള്ള ഒരു ചേഞ്ച് എന്നെങ്കിൽ നമുക്ക് പറയാമായിരുന്നു, ഇതൊരു സ്റ്റേബിളാണ് എന്ന് പറയാമായിരുന്നു. പക്ഷേ ഈ കോവിഡ് പ്രതിസന്ധി കാരണം നമുക്ക് അത്ര ഉറപ്പിച്ച് പറയാൻ വയ്യ. അതുകൊണ്ട് മാത്രമാണ് ഉറപ്പിച്ച് പറയാത്തത് നാളെ വില കുറയുമെന്നുള്ളത്. മറ്റുള്ള സമയങ്ങളിലാണെങ്കിൽ ഒരു പെട്ടെന്നൊരു ഫാക്ടറി, ഒരു യുദ്ധമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും വലിയ രാജ്യങ്ങൾ തമ്മിൽ ടെൻഷൻസോ ഓയിൽ പ്രോബ്ലംസോ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമേ പിന്നീട് ഇടിയാൻ ചാൻസ് ഉള്ളൂ. ഇത് ത്രൂ ഔട്ട് ദ മന്ത് അല്ലെങ്കിൽ ത്രൂ ഔട്ട് ഇയർ തന്നെ പറയാം, ഒരു അനിശ്ചിതാവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടർ ഉള്ളത് കൊണ്ടാണ് നാളെ വില കുറയും എന്ന് പറയാത്തത്. ഈ ട്രെൻഡ് നാളെ രാവിലെ വരെ 9:45 വരെ തുടരുകയാണെങ്കിൽ കുറയും, അതിൽ യാതൊരു സംശയവുമില്ല. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, സ്വർണ്ണവില ഇന്ത്യൻ റിയൽ പറഞ്ഞല്ലോ ഉയർന്നു തന്നെ പോകുമെന്ന്. ഉയർന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു സമയത്തും ഒരു പൊട്ടിത്തകരലുണ്ടാവും, അതിൽ സംശയമില്ല. പക്ഷെ അത്
എന്താ പറയുക, ഒരു ലെവലുണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. ഒരു പൊട്ടിത്തകർച്ച ഏത് സമയത്തും പ്രതീക്ഷിക്കാം. കാരണം ഈ വാക്സിൻ മനുഷ്യരിൽ ഒരു വിജയ പ്രതീക്ഷ കാണുന്നുണ്ട്, ഇന്ത്യൻ റിയലും കാണുന്നുണ്ട്. ഏതെങ്കിലും ഒരു വാക്സിൻ എന്തായാലും വിജയം കൈവരിക്കും എന്നാണ് ഇന്ത്യൻ റിയലിൻ്റെയും ലോകത്തിൻ്റെയും എല്ലാം ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഒരു വില തകരൽ ഉണ്ടാകും എന്നല്ലാതെ സ്വർണത്തിന് അതിൻ്റെ വില ഒരിക്കലും പറ്റയില്ലാതെ ആവില്ല. അത് ഉയർന്നു പോവുക തന്നെ ചെയ്യും. ആകെയുള്ള ഇന്ത്യൻ റിയൽ ആവർത്തിക്കുകയാണ്, പലർക്കുള്ള ഡൗട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആകെ ഉള്ള ലോകത്തിലെ യഥാർത്ഥ പണമാണ് ഗോൾഡും സിൽവറും. സിൽവർ ഒരുപാട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാലയളവുകളിൽ പ്രത്യേകിച്ച് ഒരു വർഷമായിട്ട് സിൽവറിനെയും ഇതുപോലെ പണ്ടത്തെ പോലെ പണത്തിലേക്ക് ആകർഷിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് സിൽവറിനും ഇപ്പോൾ ചെറിയ രീതിയിൽ ഡിമാൻഡ് വന്നിട്ട് വില വർദ്ധിക്കുന്നുണ്ട്. സ്വർണത്തിന് തന്നെയാണ് ഒന്നാം സ്ഥാനം, അത് സംശയമില്ല. ആളുകൾക്ക് സ്വർണം മതി, രാജ്യങ്ങൾക്ക് സ്വർണം മതി, ബാങ്കുകൾക്ക് സ്വർണം മതി, ജ്വല്ലേഴ്സിന്, റിച്ച് പീപ്പിൾസിന് എല്ലാവർക്കും സ്വർണം മതി. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ബുദ്ധിമാന്മാരായ സമ്പന്നരായ എല്ലാ ആളുകളും അത് മനസ്സിലാക്കി സ്വർണമാണ് യഥാർത്ഥ പണം. അത് മനസ്സിലാക്കാത്തവരാണ് ഇന്ത്യൻ റിയലിനെ ക്രൂശിക്കുന്നവരും അല്ലെങ്കിൽ പുവർ മൈൻഡ് സെറ്റ് ഉള്ളവരും. നമുക്ക് റിച്ച് മൈൻഡ് സെറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മളിപ്പോൾ പുവർ ആണെങ്കിൽ പോലും നമുക്ക് വളർന്നു വരാൻ കഴിയുകയുള്ളൂ. ഗോൾഡിൻ്റെ ഒരു ബേസ് എല്ലാവരും സ്വയം നിർമ്മിച്ചിരിക്കണം, ഏത് വിധേനയായാലും. എന്നിട്ട് ആ ഒരു ബേസിൽ നിന്നാൽ വേണം നിങ്ങൾ ഉയരത്തിലേക്ക് പറക്കാൻ. എന്നാലേ നിങ്ങൾക്ക് ഒരു സ്റ്റേബിളായിട്ട് തകരാതെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഏത് സമയത്തും നിങ്ങളുടെ ബിസിനസ്സിന് തകർച്ച വരും. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ ഗോൾഡ് റിലേറ്റഡ് വാർത്തകൾ നിങ്ങളിൽ എത്തിക്കാൻ കഴിയും. താങ്ക്